ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെഡി വൈബ്സ് ഒഫീഷ്യൽ. അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ഓക്കെ, അത് നമ്മുടെ സ്വന്തം പ്രവാസികളെ കുറിച്ചിട്ട് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ആ വീഡിയോന്റെ ഫസ്റ്റത്തെ ആ ഒരു എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കേൾപ്പിച്ചു തരാം. ഓക്കെ, സോ അത് കേട്ടതിന് ശേഷം പിന്നെ ബാക്കി പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മൾ കാണുന്നതൊക്കെ വാങ്ങും. പിന്നീട് അനുവദിക്കപ്പെട്ട 30 കിലോ ടാലി ആക്കാൻ ഒരു പെടാപ്പാടാണ്. എന്നും ഇങ്ങനെ തന്നെ, ഇനിയും അങ്ങനെ ആയിരിക്കും. ഇതാണ് പ്രവാസികൾ. എന്നാൽ UAE പ്രവാസികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി UAE നിന്ന് നാട്ടിലേക്ക് 30 കിലോഗ്രാം കൊണ്ടുപോകാൻ പറ്റില്ല, 20 ആക്കി ചുരുക്കിയിരിക്കുന്നു എന്ന്. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോ മുന്നേ നിലവിലുണ്ടായതെന്ന് പറഞ്ഞാൽ 30 കിലോവും പിന്നെ അതിന്റെ ഒപ്പരം ഹാൻഡ് ലഗേജ് ആയിട്ട് 7 kg കൂടിയാണ്. സോ ഈ 30 കിലോവും 7 kg മാത്രം എടുത്തിട്ട് വരുന്ന ഈ പാവം പ്രവാസി, അപ്പോ നിങ്ങൾക്കറിയാം പല ആളും 2 വർഷം 3 വർഷമൊക്കെ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്താ പറയാ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നതായിരിക്കും. സോ അങ്ങനെ വരുന്ന ഒരു വ്യക്തി മാക്സിമം വീട്ടിലുള്ള ആൾക്കാർക്ക് എന്താ പറയുക, കുട്ടികൾക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, അങ്ങനെ അങ്ങനെ വേണ്ട കുടുംബക്കാർക്കെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ട് വരും. ഓക്കെ, സോ അതൊരു ഒരു ഒരു സന്തോഷമുള്ള മൊമെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ഫാമിലികൾക്കായാലും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായി ഈ പ്രവാസിക്ക് തന്നെയാണ്. കാരണം അവ എത്രയോ നാളായിട്ട് ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒക്കെയാണ് ഈ പൈസ സമ്പാദിച്ച് അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ആ ഒരു ഫീലിങ്സും മൊമെന്റും ആണ് ഇപ്പൊ നമ്മളെ എന്താ പറയാ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 kg ആയിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ കാര്യം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരപ്പോ അങ്ങ് ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്താ പറയാ ജീവിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഇപ്പൊ ഇതിന്റെ മുന്നേത്തെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന സമയം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കെട്ടിയ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് കൂടിയിട്ട് ഓൾമോസ്റ്റ് 40 kg. ഓക്കെ, സോ ആ 40 kg ആയി. പിന്നെ 7 kg എബവ് ഉണ്ട്. ഓൾമോസ്റ്റ് 9-10 kg എന്റെ ഹാൻഡ് ലഗേജും ഉണ്ട്. അപ്പോ ഇത് അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. കാരണം എൻ്റെ കയ്യിൽ വെയിങ് മെഷീൻ ഇല്ലാത്തത് കാരണം ഞാൻ അത് നേരെ എടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ വേറൊരു പ്രയാസം അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ ലഗേജ് കൊണ്ടുപോയി വെക്കുമ്പോ 1 kg കൂടുമ്പോൾ തന്നെ അവര് സ്റ്റാർട്ട് ചെയ്യും, ഇത് പറ്റില്ല, ഇത് പൊളിച്ച് മാറ്റണം, അത് അങ്ങനെ ആക്കണം, അത് പൊളിച്ചിട്ട് എന്താ പറയാ വേറെ ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വീണ്ടും കൊണ്ടുപോയി അത് പൊളിച്ച് മാറ്റി അത് എന്താ പറയാ വേണ്ടുന്നതും വേണ്ടാത്തതും മനസ്സോടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടും. പക്ഷെ ഞാൻ ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പെട്ടി അടക്കം എന്താ പറയാ എനിക്ക് എവിടെ ഇടാനുള്ള ഒരു അവസ്ഥയിലല്ല. എന്റെ കൂടെ ആരും വന്നിട്ടുണ്ടായില്ല. ഞാൻ ജസ്റ്റ് ടാക്സി പിടിച്ച് സ്ട്രെയിറ്റ് എയർപോർട്ടിലേക്ക് പോയിരുന്നുണ്ട്. സോ ആ എയർപോർട്ടിൽ എത്തിയ ടൈമിലാണ് ഇതൊക്കെ അറിഞ്ഞപാട് ഞാൻ ആകെ ഷോക്കായി. എനിക്ക് ആരും ഇല്ല ആ സ്പോട്ടിൽ കൊടുക്കാൻ. ഈവൻ എയർപോർട്ടിൽ ആരും നിങ്ങളുടെ ബാഗൊന്നും സേഫ് ആയിട്ട് വെക്കുമോന്നൊന്നും ചോദിച്ചാൽ ആരും ഹെൽപ്പ് ചെയ്യൂല. പിന്നെ അവിടെ എവിടെയും വെക്കാനുള്ള ഒരു സ്ഥലമില്ല. നിങ്ങൾ എന്ത് വില പിടിപ്പുള്ള സാധനം ആയാലും അത് അവിടെ ത്രോ ചെയ്യാന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പടിയെടുത്ത പൈസയാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അവിടെ. സോ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ടൈമിൽ അനക്കെന്തോ ഭാഗ്യത്തിന് അനക്കെന്തോ ഒരു എന്താ പറയാ ഒരു വെളിപാട് വന്ന പോലെ പെട്ടെന്ന് ഒരു ഐഡിയ വന്നതാണ്. ഞാൻ അവിടെ മുന്നിൽ തന്നെ കിട്ടിയ ഒരു ടാക്സിയിൽ എന്താക്കി എന്റെ ലഗേജ് മൊത്തം ഇട്ടിട്ട്, അപ്പൊ ആ ടാക്സിക്കാരൻ ചോദിച്ചു നീ കേറുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലില്ല ഞാൻ കേറുന്നില്ല ഭായി, ഞാനക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. പക്ഷെ എനിക്ക് ലഗേജ് ഇങ്ങനെ ഓവർലോഡ് ആയതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് ഇത് പൊളിച്ചു മാറ്റല് ഇതൊന്നും നടക്കൂല. ഓൾമോസ്റ്റ് ഗേറ്റ് കൂട്ടാൻ എന്നൊരു 5 minutes ആ ബാലൻസ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ അയാൾ ചോദിച്ചു അപ്പൊ ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നിട്ട് എന്തൊക്കെ എന്റെ ഒരു ബ്രദറിനെ വിളിച്ചിട്ട് അങ്ങനെ അവിടെ എന്താ ചെയ്യാ
അങ്ങനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ആ ടൈമിൽ എന്താ പറയാ എങ്ങനെയല്ലോ എൻ്റെ സാധനങ്ങൾ അവിടെ എത്തിച്ചത്. ഞാൻ എന്നിട്ട് പിന്നെ ഓടി പിടിച്ച് എമിഗ്രേഷൻ ഒക്കെ കടന്ന് ഓടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഗേറ്റിന്റെ അവിടത്തേക്ക് എത്തുന്നത്. എന്നിട്ട് ഇപ്രാവശ്യം വരുമ്പോഴാണ് ആ ലഗേജ് എടുത്തത്. അതും ഇപ്രാവശ്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എനക്കുള്ളത് 30 kg, പിന്നെ അതിന്റെ ഓവർലോഡ് ആയതുകൊണ്ട് ഞാൻ അതിന് എക്സ്ട്രാ പേയും കൂടി ചെയ്തിട്ടാണ് ആ ലഗേജും കൂടി ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. സോ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന് ഇതുവരെ ഒരു തീരുമാനമില്ല. കാരണം എല്ലാ കൊല്ലവും എല്ലാ പ്രവാസിയും പറയുന്ന ഒരു മെയിൻ പരാതിയാണ് ഇത്. കാരണം ലഗേജ് ഓവർലോഡ് ആകുന്നതിനനുസരിച്ചിട്ട് എന്താ പറയാ ഒരു വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് എല്ലാ പ്രവാസികൾക്കുള്ള ഒരു സങ്കടമാണ്. കാരണം മക്കൾക്കൊക്കെ കുറെ സ്വീറ്റ്സും കാര്യങ്ങളും എടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് വെയിറ്റ് ആവും. അപ്പോ അവർക്ക് ബാക്കിയുള്ളവർക്ക് എന്താ പറയാ കൊടുക്കാനും പറ്റൂല. എന്താ പറയാ അപ്പൊ ആ ഒരു ഫാമിലിയില് തന്നെ എന്താ പറയാ ചില ടൈം അവർക്ക് ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും നാട്ടില്. അവര് വരുമ്പോ ഇത് കിട്ടും അത് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ അതുപോലും ക്യാരി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസില് എന്താ പറയാ 20 കിലോ ആയി കുറച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എവിടത്തേക്കാണ് എന്താണ്? ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഫെയറിനാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ എപ്പം പോയി ചെക്ക് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഡബിൾ ചാർജും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഒരു എന്താ അത്രയും ചാർജസ് ആണ് ഫെയറിന് അവര് എടുക്കുന്നത്. ഒരു മലയാളി ഇന്ത്യ ആയാലും ആരായാലും ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വളരെ ഹൈ ആണ് നമ്മളെപ്പോഴും. അപ്പോ എന്താ ചെയ്യാ, ഈ പാവങ്ങളുടെ പൈസ ഒക്കെ ഇങ്ങനെ തിന്നിട്ടും ഈ കമ്പനികളും രക്ഷപ്പെടുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാവങ്ങൾക്കാണെങ്കിൽ ഒരു മാർഗവും ഇല്ലാണ്ട് ഉള്ള ഇട്ട ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്താ പറയാ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമുക്കൊരു നല്ല ലീഡറിന് ഈ നാട്ടിൽ ഉണ്ടാകണം. അപ്പോ ഇതുപോലത്തെ എന്താ പറയാ കാര്യങ്ങളും ന്യൂസുകളൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ സാഡായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ആകെ 30 kg ആയിരുന്നു എല്ലാവർക്കും സാധാരണ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു 30 kg പ്ലസ് 7 kg. ഇതും വെട്ടിക്കുറച്ച് 20 കിലോ ആക്കിയാൽ 20 കിലോയിൽ എന്താണ് വായി കൊണ്ടുവരാൻ പറ്റുക? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ അനുഭവമുള്ള എത്ര ആളുണ്ട്? ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് കമന്റ് ഇട്. എന്താണ് നിങ്ങൾക്ക് പറ്റിയ ഒരു അവസ്ഥ എന്താന്നുള്ള കമന്റ് ഇട്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്ത ആൾക്കാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ വളരെ സാഡായിട്ടാണ്. കാരണം എന്താ പറയാ ഇവര് ഈ ഫെയർ കൂട്ടുക, വെറും ഫെയർ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ട സാധനം അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഉടലോടെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ 1.5-2 കൊല്ലം അവിടെ പോയി പണിയെടുക്കുന്നത്? അല്ല. സോ അതാണ് മെയിൻ റീസൺ. എന്താ പറയാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ ഫെയർ മാത്രം കൂടെ ഈ എന്താ പറയാ പ്രവാസികളെ തന്നെ ഊറ്റി ജീവിക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള പല കൺട്രിയിലും ഈവൻ എനിക്ക് അറിയുന്നതെന്ന് തോന്നുന്നു ഫിലിപ്പൈനോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ അവരെ രാജ്യത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ആണ്. ആ ബോക്സിൽ എന്ന് പറഞ്ഞാൽ കൊള്ളുന്ന എത്രയും നിങ്ങൾക്ക് വെയിറ്റ് കൊണ്ടുപോവാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആ ഒരു എന്താ പറയാ കൺസേൺ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൂട്ടാന്നുള്ള കാര്യം മാത്രമേ ഇവര് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കൺസേണും ആർക്കും കൊടുക്കുന്നില്ല. സോ ഇതൊരു ബാഡ് ന്യൂസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ എന്ത് ചെയ്യാ, ഇവര് പറയുന്ന പോലെ നമുക്ക് പേ ചെയ്ത് വരികയെന്ന് ഒരു ഓപ്ഷൻ ഉള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ല, നമ്മളെ മുന്നിലില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ബാഡ് ന്യൂസ് എനിക്ക് അറിയിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ യു ആർ സൈനിങ് ഓഫ് മുഹമ്മദ് ദിൽറുബായ്
from JD Vibes Official. Bye bye. Love you guys.